നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ നമ്പർ സിസ്റ്റത്തിന്റെ തന്നെ നമ്മൾ 2 ക്ലാസ്സസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? പല പല ബേസുകളിൽ നിന്നും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെ. നമ്പർ അഡീഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്താണ് ഡെസിമൽ നമ്പറിൽ ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മാറ്റുന്നത്, ഡിഫറെന്റ് ബേസിലുള്ള നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്. ഇതൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് നിങ്ങൾക്ക് പല പല ബേസുകളിലുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. അത് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. അത് ഫ്രാക്ഷണൽ പാർട്ടും കൂടി ഉള്ള നമ്പേഴ്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ഈ ഫ്രാക്ഷൻ അല്ലാത്ത പാർട്ട്, അതായത് നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഒന്നും ഇല്ലാതെ നോർമലി ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, ഒരു ഡിഫറെന്റ് ബേസിലുള്ള നമ്പർ സിസ്റ്റം ഡിഫറെന്റ് നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ഡെസിമൽ ആക്കാനായിട്ട് ആൾറെഡി അറിയാം. നമ്മൾ ആൾറെഡി അത് പഠിച്ചതാണ്. അപ്പൊ ഇനി ഫ്രാക്ഷണൽ പാർട്ടാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏത് ബേസിലുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താണ് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ബേസ് 10ലേക്ക് മാറ്റുന്നത് സെയിം പ്രൊസീജിയർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 1 1 0 0 1 1.111. ഇതാണ് നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പർ ആണ്. അപ്പോ നിങ്ങൾക്ക് എന്താണ് ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് മാറ്റാൻ അറിയാം അല്ലെ. എങ്ങനെയാണ്? നമ്മൾ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് 1 2 4 8 16 32 ആൻഡ് 64 അല്ലെ. ഇത്രയും എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 വരുന്ന നമ്പേഴ്സിന് നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്യുന്നു. അങ്ങനെ റൗണ്ട് ചെയ്തതിന് ശേഷം ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത നമ്പേഴ്സ് മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ വരിക? 64 പ്ലസ് 32 പ്ലസ് 16 പ്ലസ് 2 പ്ലസ് 1 എന്ന് വരും. അതിന്റെ ആൻസർ 115 എന്ന് വരും. നമ്മൾ ഇത് ആൾറെഡി ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തതാണ്. സോ അതുകൊണ്ടാണ് ഞാനിത് കൂടുതലേക്ക് ഇൻഡെപ്ത് ആയിട്ട് ഞാനിത് പറയാത്തത്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് 1 2 4 8 16 32 64 അങ്ങനെ മൾട്ടിപ്ലൈഡ് ബൈ 2 വെച്ച് നമ്മൾ എഴുതി പോവുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ എന്താണ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രം ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്ത നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? 115 എന്ന് കിട്ടും. സോ പോയിന്റ്. ഇനി നമുക്ക് എന്താണ് ഫ്രാക്ഷണൽ പാർട്ടാ ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ ഫ്രാക്ഷണൽ പാർട്ട് ഇവിടെ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മള് പോയിന്റ് കഴിഞ്ഞ് കിടക്കുന്ന ആദ്യത്തെ നമ്പർ ആദ്യം എടുക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്പർ എടുക്കുക. ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ഏതാ? 1 ആണ് അല്ലെ. ആ 1 മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ തന്നിരിക്കുന്ന ബേസ്, ആ ബേസ് എടുക്കുക. ഇറ്റ് ഈസ് 2 അല്ലെ. റൈസ് ടു ദ പവർ -1ൽ നിന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് മോസ്റ്റിൽ നിന്ന് നമ്മൾ ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ടിന് നമ്മൾ എന്താ ചെയ്തത്? സീറോയുടെ പവർ നമ്മൾ കൊടുത്തപ്പം 0യിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? -1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ആദ്യത്തെ നമ്പർ 1 ആണ്. ആ 1 മൾട്ടിപ്ലൈഡ് ബൈ, നിങ്ങൾ റൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത്. ആദ്യത്തെ 1 എടുക്കുക. ആ 1 മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ തന്നിരിക്കുന്ന ബേസ്, ആ ബേസ് റേസ് ടു ദ പവർ -1 എന്ന് എടുക്കുക. പ്ലസ് രണ്ടാമത്തെ നമ്പർ 1 ആണ്. ആ 1 മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ ബേസ്, ആ ബേസ് എടുക്കുക. റൈസ് ടു ദ പവർ -2 പ്ലസ് മൂന്നാമത്തെ നമ്പർ എടുക്കുക. മൂന്നാമത്തെ നമ്പർ ഇവിടെ ഏതാണ്? 1 ആണ്. സോ 1 ഇൻറ്റു 2 റൈസ് ടു -3. അപ്പൊ -1 -2 -3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പവർ കൊടുക്കേണ്ടത്. അടുത്തൊരു നമ്പറും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ 2 റൈസ് ടു -4 ആയേനെ. ഓക്കെ, അപ്പം 1 ഇൻറ്റു 2 റൈസ് ടു -1 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു -2 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു -3. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സാധാരണഗതിയിൽ അറിയാം 2 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വാല്യൂ 2 ആണ് അല്ലെ. അതുപോലെ 2 റൈസ് ടു 2 നിങ്ങൾക്ക് അറിയാം 2 സ്ക്വയർ 4 ആണ്. പക്ഷെ നമ്മൾ ഈ 2 റൈസ് ടു -1 എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം നമ്മൾ 1 ഇൻറ്റു 2 റൈസ് ടു -1ന് നമുക്ക് 1/2 റൈസ് ടു 1 എന്ന് എഴുതാം കേട്ടോ. 2 റൈസ് ടു -1ന് നമുക്ക് 1/2 റൈസ് ടു 1 എന്ന് എഴുതാൻ പറ്റും. പ്ലസ് 1 ഇൻറ്റു വീണ്ടും അടുത്ത 1 ഇൻറ്റു 2 റൈസ് ടു -2ന് നമുക്ക് അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? 1/2 സ്ക്വയർ എന്ന് എഴുതി കൂടെ, അല്ലെങ്കിൽ 1/2 റൈസ് ടു 2 എന്ന് എഴുതി കൂടെ എഴുതാം. പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു -3ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് 1/2
ക്യൂബ് അല്ലെ, ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. അപ്പൊ പവറിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ 1/2 ഏതാണോ നമ്പർ അങ്ങനെ ആ ഒരു നമ്പർ ബേസ് ചെയ്ത് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ 2 മൈനസ് ആണെങ്കിൽ 1/2 എന്ന് എഴുതാം. 2 ആണെങ്കിൽ 1/2² എന്ന് എഴുതാം. 2 ആണെങ്കിൽ 1/2³ എന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി 1/2, അപ്പൊ ഇവിടെ 1 × 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1/2 തന്നെയാണല്ലോ. ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/2². 2² എത്രയാ? 4 ആണ്. പ്ലസ് 1/2³ എത്രയാ? ഇറ്റ് ഈസ് 1/8 ആണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ കിട്ടുന്നത് എങ്ങനെയാണ്? 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതിന് ഞാൻ പറഞ്ഞു 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഈ 1/2ന്റെ വാല്യൂ എത്രയാ? ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഇറ്റ് ഈസ് 0.5 എന്ന് നമുക്ക് കിട്ടും. സോ 0.5 പ്ലസ് 1/2² ദാറ്റ് ഈസ് 1/4. 1/4 നമ്മൾ എങ്ങനെയാ എഴുതുക? 1/4 നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? 1/4 സാധാരണ രീതിയിൽ ഡിവിഷൻ നിങ്ങൾ എടുക്കുക. ഡിവിഷൻ എടുക്കുമ്പോൾ എന്താ? 4ന്റെ ടേബിളിൽ നമുക്ക് 1 കിട്ടില്ല. നമ്മൾ അവിടെ പകരം ഒരു 0 കൊടുക്കുന്നു. അത് ചെയ്യാൻ വേണ്ടി ഒരു 0 കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിൽ ഒരു പോയിന്റ് ഇടുന്നു. സോ 2 × 4 8. 10 - 8 എന്ന് പറയുന്നത് 2 ആണ്. ഒരു 2 അതിനും നമ്മൾ എന്ത് ചെയ്യുന്നു? 4ന്റെ ടേബിളിൽ 2 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ 0 കൊടുക്കുന്നു. സോ 5 × 4 എന്താണ്? 20. ബാക്കിയൊക്കെ നിങ്ങളുടെ നോർമൽ ഡിവിഷൻ തന്നെയാണ്. സോ അവിടെ എന്ത് കിട്ടും? 0.25 എന്ന് കിട്ടും. പ്ലസ് അടുത്ത് 1/8. 1/8നെ നമുക്ക് എങ്ങനെയാ കിട്ടുക? 1/8 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈ ചെയ്യുന്ന പോലെ തന്നെയാണ്. 10 ആണ്. 1 × 8 8 ആണ്. 20. 2 × 8 16 ആണ്. 40. 5 × 8 40. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഈ ആൻസർ ചെയ്യുക. സോ ഇറ്റ് ഈസ് 0.125 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ ആൻസേഴ്സ് നമ്മളൊന്ന് കൂട്ടിയാൽ മതി. അതായത് 0.125 പ്ലസ് 0.25. So 0.125 plus 0.25 plus 0.5 അല്ലേ? ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 5 7 ഇത് 5 ആണല്ലോ. അപ്പം 5 + 2 7 7 + 1 8. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.875 എന്ന് കിട്ടും. സോ നമുക്കിവിടെ എന്താണ് നമ്മുടെ ആദ്യത്തെ ആൻസർ കിട്ടിയത്? എന്തായിരുന്നു? 115 ആയിരുന്നു അല്ലെ? നമ്മുടെ ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് 115 കിട്ടി. ഇപ്പൊ നമ്മുടെ ആൻസർ കിട്ടിയത് എത്രയാണ്? 0.875. ആ 0.875 നമ്മൾ ഇടുന്നു. സോ ബേസ് എത്രയാണ്? 10 ആണ്. സോ നമ്മുടെ ആൻസർ നമുക്ക് ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇറ്റ് ഈസ് 115.875 ബേസ് 10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യേണ്ടത്. ഏത് നമ്പർ സിസ്റ്റം വന്നാലും സെയിം പ്രൊസീജിയർ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് നമ്പർ സിസ്റ്റം വന്നാലും നിങ്ങൾ സെയിം പ്രൊസീജിയറിൽ തന്നെ ചെയ്യേണ്ടത്. അടുത്തൊരു നമ്പർ സിസ്റ്റം നോക്കിയേ. 132.3 ആണ്. 132.3ല് നിങ്ങൾക്ക് 132 ചെയ്യാൻ ഉറപ്പായിട്ടും അറിയാം. എങ്ങനെയാ? റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നു. ഏതാണോ ബേസ് ആ ബേസ് റൈസ് ടു ദ പവർ 0 പ്ലസ് 3 × ഏതാണോ ബേസ് റൈസ് ടു ദ പവർ 1 പ്ലസ് 1 × 4² ആണല്ലോ. ഇത് നമ്മൾ ആൾറെഡി പഠിച്ചതാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് 16 പ്ലസ് 12 പ്ലസ് എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും അല്ലെ? ദാറ്റ് ഈസ് 28 + 2 30 എന്ന് കിട്ടും. അപ്പൊ ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് നമുക്ക് എത്ര കിട്ടി? ഇറ്റ് ഈസ് 30 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നതൊന്നുമില്ല. റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുക. ആ നമ്പർ തന്നിരിക്കുന്ന നമ്പർ ഇൻറ്റു ഏതാണോ തന്നിരിക്കുന്ന ബേസ് റൈസ് ടു ദ പവർ 0 പ്ലസ് അടുത്ത നമ്പർ ഇൻറ്റു ബേസ് റൈസ് ടു ദ പവർ 1 പ്ലസ് നെക്സ്റ്റ് നമ്പർ ഇൻറ്റു ബേസ് റൈസ് ടു ദ പവർ 2. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 3 ആണ് അല്ലെ? 0.3 എന്ന് നമുക്ക് കിടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മൾ ബൈനറിയിൽ പറഞ്ഞതുപോലെ പോയിന്റിന് ശേഷം കിടക്കുന്ന നമ്പർ ആരാണോ അത് ആദ്യം എടുക്കുക. അതിവിടെ ആരാ? 3 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ തന്നിരിക്കുന്ന ബേസ് ആ ബേസ് എടുക്കുക. റൈസ് ടു ദ പവർ -1. ഓക്കെ, 3 × 4 റൈസ് ടു -1.
ഇനി 3 into 4⁻⁻1 ഇപ്പൊ എങ്ങനെ എഴുതാം? ഇപ്പൊ നിങ്ങൾക്കറിയാം എങ്ങനെ എഴുതാൻ പറ്റും അതിനെ? 1/4 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്തെന്ന് വരും? ഇറ്റ് ഈസ് 3/4 എന്ന് നമുക്ക് കിട്ടും. സോ 3/4ന്റെ വാല്യൂ എന്താ? 3/4 നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 3/4 സാധാരണ ഡിവിഷൻ പോലെ എഴുതുക. 4ന്റെ ടേബിളിൽ 3 ഇല്ല, നമ്മൾ അതുകൊണ്ട് ഒരു 0 കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് നമ്മളൊരു പോയിന്റ് കൊടുക്കുന്നു. എക്സ്ട്രാ നമ്മളൊരു 0 കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് മുകളിൽ കൊടുക്കണം. കോഷ്യന്റിന്റെ ഭാഗത്ത് ഒരു പോയിന്റ് കൊടുക്കണം. ആ പോയിന്റ് നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ? 7 into 4 28 ആണല്ലോ. പിന്നെ സാധാ ഡിവിഷനാ. 7 into 4 28, then 2 വരും. ബാലൻസ് 2 വരുമ്പോൾ 4ന്റെ ടേബിളിൽ 2 ഇല്ല, അവിടെയും നമ്മൾ 0 കൊടുക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 into 4 20 എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഇവിടെ ആൻസർ എത്ര കിട്ടി? 0.75 എന്ന് കിട്ടി. സോ ആ 0.75 നമ്മൾ എവിടെ എടുത്തെഴുതുന്നു? നമ്മുടെ ആൻസറിന്റെ കൂടെ എടുത്തെഴുതുന്നു. സോ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടും? 30.75 ബേസ് 10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് ചെയ്യുക. ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്നും നമ്പർ എടുക്കുക. നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ബേസ് റേസ് ടു ദ പവർ 0യിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫ്രാക്ഷൻ ഉള്ള പാർട്ട്, അതായത് പോയിന്റിന് ശേഷം വരുന്ന ആദ്യത്തെ നമ്പറാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആദ്യത്തെ നമ്പർ ഇൻ മൾട്ടിപ്ലൈഡ് ബൈ ബേസ് ഏതാണോ, ആ തന്നിരിക്കുന്ന ബേസ് ഏതാണോ ആ ബേസ് റൈസ് ടു ദ പവർ -1ൽ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കിക്കാം. അടുത്തൊരു നമ്പർ ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിലാണ്. 16.2 എന്നുള്ള നമ്പറാണ് നമ്മൾ എടുക്കുന്നത്. ബേസ് 8 ആണ്. ഈ 16.2ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? 6 into റൈറ്റ് മോസ്റ്റ് സൈഡിലെ ഡിജിറ്റ് എടുക്കുക. 6 into 8 raised to 0 പ്ലസ് 1 into 8 raised to 1 എന്ന് നമുക്ക് പറയാം. ഓക്കെ, 6 into 8 raised to 0 പ്ലസ് 1 into 8 എന്ന് പറയാം അല്ലെ? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 1 into 8 raised to 1 എന്ന് പറയുന്നത് 8 ആണ്. പ്ലസ് 6 into 8 raised to 0, എനി നമ്പർ raised to 0 എത്രയാ? 1. അപ്പം 6 into 8 എത്രയാ? 6 into 1 എത്രയാ? 6 ആ അല്ലെ? സോ അവിടെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും അല്ലെ? അപ്പം 16 ബേസ് 8നെ നമുക്ക് ബേസ് 10ലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14 എന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ടാ. സോ ഈ ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ നമ്പർ എടുക്കുക. പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ നമ്പർ ഇവിടെ ആരാ? നമ്മുടെ 2 ആ അല്ലെ? അവിടെ ഒരു നമ്പറേ ഉള്ളൂ, ആ നമ്പർ അങ്ങ് എടുക്കുന്നു. ദാറ്റ് ഈസ് 2 into അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ, ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ ബേസ് ആരാ? 8 ആ ബേസ് റൈസ് ടു ദ പവർ -1 ആണല്ലോ. ആ ബേസ് റൈസ് ടു ദ പവർ -1 എന്ന് കിട്ടും. അതായത് 2 into 8 raised to -1നെ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ എഴുതാം? 1/8 raised to 1 എന്ന് എഴുതാം അല്ലെ? 1/8 raised to 1 എന്ന് പറയുന്നത് 8 തന്നെയാണ്. ദാറ്റ് ഈസ് 2/8 എന്ന് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് 1/4 അല്ലെ? സോ 1/4ന്റെ വാല്യൂ ഇപ്പൊ നിങ്ങൾക്കറിയാം. 1/4 എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 0.25 അല്ലെ? ഒന്ന് നോക്കൂ. 1/4 ആണ്. നിങ്ങൾക്ക് 4ന്റെ ടേബിളിൽ 1 ഇല്ല, നിങ്ങൾ 0 ഇടുന്നു, മുകളിലൊരു പോയിന്റ് ഇടുന്നു. 2 into 4 8 ആണ്. 2 വരുന്നു. 4ന്റെ ടേബിളിൽ 2 ഇല്ലാത്തത് കൊണ്ട് വീണ്ടും നമ്മളൊരു 0 കൊടുക്കുന്നു. സോ 5 into 4 20 അല്ലെ? അപ്പൊ 0.25 എന്ന് നമുക്ക് കിട്ടും. ആ 0.25 നമ്മൾ ആൻസറിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14.25 ബേസ് 10 എന്ന് കിട്ടി. ഓക്കെ, സോ സിമ്പിൾ ആണ് ഇത് ചെയ്യാനായിട്ട്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അടുത്തൊരു നമ്പർ സിസ്റ്റം വന്നിരിക്കുന്നത്, അടുത്തൊരു നമ്പർ വന്നിരിക്കുന്നത് ഹെക്സാഡെസിമൽ നമ്പർ ആണ്. സോ ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ ഏതാ വന്നിരിക്കുന്നത്? 36.1 ഹെക്സാഡെസിമലാ തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ആ ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ടിനെ നമുക്ക് മാറ്റാം. ഓക്കെ, ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് എന്ന് പറയുമ്പോൾ എന്താ? 6 into 16 raised to 0 ആണല്ലോ. പ്ലസ് 3 into 16 raised to 1 അല്ലെ? അപ്പൊ ഇവിടെ എന്താ? 3 into 16 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 48 പ്ലസ് 6 into 16 raised to 0. 16 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 6 into 1 എന്ന് പറയുന്നത് 6 ആണ്. ഇറ്റ് ഈസ് 54 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് 54. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെയൊക്കെ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പറേ ഉള്ളത് കൊണ്ടാണ് നമ്മൾ -1 ഇട്ട് നിർത്തുന്നത് കേട്ടോ. ഇനിയിപ്പോ രണ്ടാമത്തെ നമ്പർ കൂടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബേസ് തന്നിരിക്കുന്ന നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ
ബേസ് റൈസ് ടു ദ പവർ -2. വീണ്ടും അടുത്തൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ബേസ് റൈസ് ടു ദ പവർ -3. അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു നമ്പറേ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്ത് നിർത്തുന്നത്, 1ൽ നമ്മൾ ചെയ്ത് നിർത്തുന്നത്. സോ ഇനി നമുക്ക് ഇവിടെ എന്താ 1 ഉള്ളത് അല്ലേ, 36.1. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ഫ്രാക്ഷന് ശേഷമുള്ള ആദ്യത്തെ നമ്പർ എടുക്കുക, ദാറ്റ് ഈസ് 1. അതായത് പോയിന്റ് കഴിഞ്ഞുള്ള ആദ്യത്തെ നമ്പർ എടുക്കുക, ദാറ്റ് ഈസ് 1. 1 മൾട്ടിപ്ലൈഡ് ബൈ ഏതാണോ തന്നിരിക്കുന്ന ബേസ് ഇവിടെ ആരാ 16 അല്ലെ, 16 റൈസ് ടു ദ പവർ -1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 1 into 16 റൈസ് ടു -1 നമുക്ക് എങ്ങനെ എഴുതാം, 1/16 എന്ന് എഴുതി കൂടെ എഴുതാം അല്ലെ. സോ ഇറ്റ് ഈസ് 1/16 എന്ന് നമുക്ക് കിട്ടും. സോ ഈ 1/16 നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1/16 വാല്യൂ നമുക്ക് എങ്ങനെയാ വരിക നോക്കാം. 1/16 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/16 അല്ലെ. അപ്പൊ 1ന്റെ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സോറി 16ന്റെ ടേബിളിൽ 1 ഉണ്ടോ നോക്കുന്നു, 1 ഇല്ല. അപ്പൊ നമ്മളൊരു 0 കൊടുക്കുന്നു, അപ്പം 10 ആവും അല്ലെ. അപ്പം 0 കൊടുക്കുന്നതിന് പകരം നമ്മളൊരു പോയിന്റ് ഇടുന്നു. ഇനി നോക്കൂ, 16ന്റെ ടേബിളിൽ 10 ഉണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ ഒരു 0യും കൂടെ ഇവിടെ കൊടുക്കുന്നു. ഒരു 0യും കൂടെ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ മുകളിലും അതുപോലെ ഒരു 0 നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നോക്കിയാൽ 100 വന്നു അല്ലെ. 100 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 16 നമ്മൾ നോക്കുമ്പോഴത്തേക്കും 16 into 6 എന്ന് പറയുന്നത് 96. ഓക്കെ, അപ്പം 6 into 16 എന്ന് പറയുന്നത് എത്ര കിട്ടും, 96 എന്ന് നമുക്ക് കിട്ടും. സോ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാനറിയാം 100 minus 96 എന്ന് പറയുന്നത് 4 ആ. ഇനി 16ന്റെ ടേബിളിൽ 4 ഉണ്ടോ, ഇല്ല, നമ്മളൊരു 0 കൊടുക്കുന്നു. ഇനി 16ന്റെ ടേബിളിൽ 40 ഉണ്ടോ, ഇല്ല. അപ്പൊ 40ക്ക് പകരം നമ്മൾ ഏത് കൊടുക്കും, നമ്മൾ തൊട്ട് മുന്നേയുള്ള നമ്പർ 32 എടുക്കും അല്ലെ. 2 into 16 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 32 അല്ലെ. ദെൻ 40 minus 32 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 8 ആണ്. ദെൻ 16 into 5 ആണ് എന്ത് കിട്ടുക, 80 എന്ന് പറയുന്നത് അല്ലെ. സോ 16 into 5 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടും, 80 എന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലെ. സോ ഇവിടെ നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 54.625 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാ, 54.0625 എന്ന് കിട്ടി. സോ ആ പോയിന്റ് 54.0 കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0625 ആണ്. അപ്പൊ നിങ്ങളുടെ ആൻസറും എന്ത് വരും, 54.0625 എന്ന് കിട്ടും, ബേസ് 10. സോ ഇങ്ങനെയാണ് പല പല ബേസിലുകളിൽ തന്നിട്ട് അത് ഫ്രാക്ഷണൽ ആണെങ്കിൽ നമ്മൾ എന്തിലേക്ക് മാറ്റേണ്ടത്, നമ്മൾ ബേസ് 10 നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഏരിയ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.